മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വിശേഷത എന്താണെന്ന് വെച്ചാൽ അതിനെ നേർരേഖയിൽ കൊണ്ടുപോകാൻ കുറച്ച് വിഷമമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച റോബോട്ടുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരു കാര്യം തന്നെ എത്ര തവണ എത്ര സമയം വേണമെങ്കിലും ഒരുപോലെ ചെയ്തുകൊള്ളും. പക്ഷെ നമ്മുടെ മനസ്സോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ വലിച്ചുകൊണ്ടേയിരിക്കും, നല്ല ചിന്തകളിലേക്കും മോശം ചിന്തകളിലേക്കും. അസുരന്മാർ പണ്ട് വാസുകിയുടെ തല ഒരു ഭാഗത്തേക്ക് വലിക്കുമ്പോൾ ദേവന്മാർ വാലിൽ പിടിച്ച് മറ്റേ ദിശയിലേക്കും വലിക്കും. ജീവിതത്തിലെ ഏതു സന്ദർഭങ്ങളിലും ഏതു പ്രയത്നങ്ങളിലും നിങ്ങൾക്കിത് അനുഭവപ്പെടാൻ പറ്റും. മനുഷ്യന് ലഭിച്ച ഈ മനസ്സ് അത്രമാത്രം സങ്കീർണമാണ്. കൂർമാവതാരം കൊണ്ട് മന്ദര പർവ്വതത്തെ നിലക്കു നിർത്തിയത് പോലെ നമ്മുടെ ബോധവും വിവേകവും കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ ജയിക്കുവാൻ പറ്റുകയുള്ളൂ. ഈ ശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ മനസ്സിൻ്റെ ഈ സവിശേഷതയിൽ നമ്മൾ ഉണർന്നിരിക്കണം എന്നതാണ്. മനസ്സിൻ്റെ ദുശ്ചിന്തകളിൽ അടിമപ്പെട്ട് നമുക്ക് ചുറ്റുമുള്ള കുറേ ആളുകൾ പലതരം ലഹരികൾക്കും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലും ഏർപ്പെടാറുണ്ട്. പാലാഴി മദനം ചെയ്യുമ്പോൾ മന്ദര പർവ്വതം താഴോട്ട് പതിച്ചതുപോലെ അവരുടെ മനസ്സും അധപ്പതിച്ചു പോയതാവാം. നമുക്ക് കിട്ടിയ മനുഷ്യ ജീവിതത്തിൻ്റെ ഭംഗിയും ആനന്ദവും നമ്മൾ അറിയാതെ പോകരുത്. ഒരു പുഞ്ചിരിയോടെ മനസ്സിനെ കയ്യിലൊതുക്കി നിങ്ങളുടെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, ഒന്നിനും അടിമപ്പെടാതെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ലഭിക്കും അമൃതം. കൈപ്പേറിയ പല അനുഭവങ്ങളും പലപ്പോഴും നേരിട്ടേക്കാം. തൊണ്ടയിൽ നിന്ന് ഹൃദയത്തിൽ സ്പർശിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം. നമുക്കുണർന്നിരിക്കാം. ജീവിതത്തിൻ്റെ അതിൻ്റെ എല്ലാ വ്യത്യസ്തങ്ങളായ തലങ്ങളുടെയും സൗന്ദര്യവും ആനന്ദവും ആസ്വദിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ എല്ലാവരോടും സ്നേഹത്തോടെയും നമുക്കും ഇവിടെ ജീവിക്കാം. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഓം നമഃ ശിവായ.